ഗൈസ് ആക്ച്വലി ഈ റോഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ റോഡ് നിങ്ങൾക്ക് അറിയാം സ്ഥിരം ഏത് റോഡാണെന്നുള്ളത്. നമ്മുടെ പുന്നമട ബേസ് ചെയ്തിട്ടുള്ള റോഡാണെന്ന് നമുക്കറിയാം. നമ്മുടെ റമദ, അതുപോലെ നമ്മുടെ ഹോം സ്റ്റേ, അതുപോലെ തന്നെ നമ്മൾ റീസെന്റ് ആയിട്ട് പോയ നമ്മുടെ സ്വന്തമൊന്നുമല്ല, നമ്മുടെ പുന്നമട റിസോർട്ട്സിലേക്കുള്ള സെയിം പാസേജ് ആണ് ഈ കാണുന്നത്. കാരണം ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ കിഴക്കെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതേ റൂട്ടിൽ തന്നെ നമുക്ക് അന്ന് വഴി തെറ്റിപ്പോയ സ്ഥലത്താണ് നമ്മൾ ഇന്ന് അറിഞ്ഞുകൊണ്ട് ആ വഴി ഇന്ന് സ്വീകരിക്കും. അപ്പൊ ആ റോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റേ ട്യൂൺ ഗൈസ്. കെ ബാർ അതാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷന്റെ പേര്. അപ്പോൾ തുടർന്നുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ. സ്റ്റേ ട്യൂൺ. മിസ്റ്റർ വാട്ടർമാൻ, എത്ര കുപ്പിക്കുള്ളത് താങ്കൾ അടിക്കാൻ? ഒരു 5 കുപ്പി മാക്സിമം പറ്റടിക്കുന്നത് നമ്മള്. അതെ, കള്ളിന്റെ ക്വാളിറ്റിയും ഇതൊക്കെ അനുസരിച്ച് മാത്രമേ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഇപ്പം നമ്മള് ഇവിടുത്തെ കള്ള് നമ്മൾ ആദ്യമായിട്ട് കുടിക്കാൻ മതി. കള്ള് എങ്ങനെയാണ്, കള്ളിന്റെ ടേസ്റ്റ് എന്താണ് ഒന്നും അറിയത്തില്ലല്ലോ. നല്ല കള്ളാണോ മൂത്തയാണോ എങ്ങനെയാണ് എന്നറിയത്തില്ല. അതുകൊണ്ട് ഒരു പാചകം ടേസ്റ്റ് നോക്കുക, ഇഷ്ടപ്പെട്ട മക്കിനടിക്കും. അത്രേ ഉള്ളൂ. നാച്ചുറൽ സാധനമാണല്ലോ, ദോഷമൊന്നും സംഭവിക്കത്തില്ല. പറയാൻ പറ്റത്തില്ല, കലക്കൊക്കെ കാണുക ചെല്ലണം. അതെ അതെ അതെ. ചേട്ടാ 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 ഈ കെ ബാർ എന്ന് പറയുന്നത് എവിടെയാണ്? ബിയറും വൈനും കിട്ടുന്നത് ഇവിടെ എവിടെ കണ്ടാണ്? അല്ല, അത് റിസോർട്ട് അല്ലേ? പുന്നമട റിസോർട്ട് അല്ല ഉദ്ദേശിക്കുന്നത്? ഇവിടെ എവിടെയാണെന്നാണ് പറയുന്നത്. അങ്ങോട്ടൊന്നും ഇല്ലായിരുന്നല്ലോ, ചുറ്റി മാത്രമല്ല വണ്ടിയുടെ അതിന്റെ പുറകിലും കണ്ടാവും. അപ്പൊ നമുക്ക് അന്ന് വഴി തെറ്റിയ അതേ സ്ഥലത്ത് തന്നെയാണ്. നമുക്ക് ആക്ച്വലി കൺഫ്യൂസിംഗ് ആണ്. കാരണം ഒരു പുള്ളിക്കാരനോട് ചോദിച്ചു, പുള്ളിക്കാരൻ പറഞ്ഞ അങ്ങനെ സെറ്റപ്പ് ഇവിടെ ഇല്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പൊ എന്നിരുന്നാലും നമുക്ക് ഒന്ന് നോക്കാം. ഷാപ്പ് വല്ലതും ഉണ്ട് ഇവിടെ അടുത്തങ്ങനെയാണോ? അതാണോ? അങ്ങോട്ട് എങ്ങനെ പോകുന്നു? അതിലെ കൂടെ നടന്നു പോലെ ഇവിടെ വണ്ടി ഇടാൻ പറ്റും? പാർക്ക് ചെയ്യാൻ പറ്റും? ഇവിടെ പാർക്ക് ചെയ്യാം. ആ, നമുക്ക് വണ്ടി എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് കാൽനടയായിട്ട് അങ്ങോട്ട് പോകാം. പതിയെ പോകത്തുള്ളൂ ചിലപ്പോ. ശരി, ആളെ കൊണ്ടുപോകുന്നേ. അതെ, ഇവിടെ ഒന്നും പറപ്പിക്കാൻ പറ്റത്തില്ല. പവറുണ്ട്. ഇവിടെ കടന്നപ്പോ തന്നെ കള്ളിന്റെ മണം. യെസ്, എന്തൊക്കെയാ ഉള്ളെന്ന് ചോദിക്കണ്ടല്ലോ, കള്ളല്ലേ ഉള്ളു. ഇവിടെ ഫ്രീ ആണോ? നമുക്ക് വേണ്ടി ഫ്രീ ആണെന്ന് തോന്നുന്നു. ആരോ കള്ള് ബാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടാ, ഇവിടെ ഫ്രീ ആണോ? ഫ്രീ ആണോ? ഇവിടെ തന്നെ സെറ്റ് ചെയ്തേക്കാം. സംഗതി കൊള്ളാല്ലേ, പഴയ സെറ്റപ്പ്. നിന്റെ വീട്ടിൽ ഡേറ്റ് നോക്കുന്ന പരിപാടിയാണ്. ഇനി ഡ്രങ്കൻ വന്നാൽ മാത്രം മതി. ഇതെല്ലാം ഷാപ്പിലെ കലാപരിപാടിയാണ്. സരസ്വതി വിളയാട്ടമുള്ള സ്ഥലമാണ്.
അതിന് 110 രൂപ മേടിക്കുന്നു. 110 രൂപ. തൽക്കാലം 2 കുപ്പി. വേറെ നമ്മുടെ സാധാരണ എന്താ പറയാ പാരമ്പര്യമായിട്ട് ഏറ്റവും വലിയ ഉത്സവങ്ങളൊക്കെയാണ്. 8ാം ഉത്സവമായതുകൊണ്ട് ഭയങ്കര തിരക്കാരുണ്ട്. കൊറ്റങ്ങോടാണ് നമ്മുടെ ആൾക്കാർ നമ്മുടെ നാട്ടുകാരാണ് എല്ലാം. പല പല ആൾക്കാർ കുറച്ചുണ്ട്. അപ്പോൾ നമ്മുടെ തനി നാടൻ സ്റ്റൈൽ എന്താണെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ചെയറുണ്ട്, ടേബിളുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ഒക്കെ നടിക്കുമ്പോൾ നമ്മുടെ പരമ്പരാഗത രീതിയായ ഷാപ്പിന്റെ നിയമമായ തടി ബെഞ്ചിലിരുന്ന് നമ്മൾ അടിക്കാനാണ്. അല്ല മിസ്റ്റർ ആൽക്കഹോളെ അടിക്കാം. പിന്നെ അല്ലാതെ ഷാപ്പിൽ വന്നിട്ട് ഒരുമാതിരി കസലിൽ ഇരുന്ന് ഒരു ബാറിൽ ഇരുന്ന് അടിക്കുന്ന സെറ്റപ്പാണ് നമ്മൾ എന്ത് നമ്മുടെ വീട്ടിൽ കള്ളു പിടിച്ച് അടിച്ചപ്പോൾ. അതുകൊണ്ട് നമുക്ക് ഇത് ബെഞ്ചിലിരുന്ന് അടിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ആൽക്കഹോളിക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് അടിക്കണം എന്നാണല്ലോ അതിന്റെ ഒരു ശാസ്ത്രം. അപ്പോൾ തൽക്കാലം ഞാൻ വിളിക്കാൻ നമ്മുടെ ഡ്രാഗൺ വന്നു കഴിയുമ്പോൾ ഞാൻ ബെഞ്ചിലേക്ക് ട്രാൻസ്ഫർ ആവും. കാരണം ഇതിനകത്ത് ഇരുന്ന് അടിക്കുന്ന ഒരു സെറ്റപ്പ് വേറെ അല്ലേ? സ്കൂളിൽ പഠിച്ച ബെഞ്ച്. അതെ, സ്കൂൾ ലെവലപ്പായപ്പോ പഴയ ബെഞ്ചുകളൊക്കെ ഇങ്ങോട്ട് ഷാപ്പിലേക്ക് മാറ്റി. അതെ, ചേട്ടാ 2 ഗ്ലാസ് കൊടുത്തരോ? നാടകങ്ങളല്ലേ? അന്തികളാണ് കേട്ടോ. അല്ല, എന്തോ രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ട്? ഇത് പാലക്കാട്. പാലക്കാട് അല്ല, കൂട്ടത്തിൽ നല്ലതേതാ? അല്ല, രണ്ടും തമ്മിൽ എന്തോ വ്യത്യാസം തോന്നുന്നു. നമ്മുടെ ഇവിടെ നാട്ടിലും ചെത്തുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. അതെ, മധുരക്കള്ളു വല്ലതും ഉണ്ടോ? അത് ശരി. അതെ, അന്തികളില്ല. അതെ, അത് ശരി. ഓക്കെ ചേട്ടാ, അതുപോലെ കഴിക്കാനെന്നുണ്ട്. അതിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് തന്നെ അല്ലേ? ചേട്ടാ ഇപ്പൊ ഉണ്ടാക്കുന്ന സാധനം ഫുഡെല്ലാം തീർന്നു. ചപ്പാത്തി ഉണ്ട്, കക്കാർച്ചി ഉണ്ട്. അന്ന് വേണ്ട, കക്കറച്ചി മതി. ഇനി തൽക്കാലം പന്ന് നമ്മൾ കഴിക്കത്തില്ല. അതുകൊണ്ട് എന്തായാലും ചപ്പാത്തി ഒന്നും വേണ്ടല്ലോ. നമുക്ക് കക്കാർച്ചി കക്കെല്ലാം മുപ്പിച്ച് ഫ്രൈഡ് ആക്കി. കപ്പ എന്തെല്ലാം ഉണ്ടോ? ശോകമായി പോലെ ഗൈസ്. ഇപ്പൊ വേറൊന്നുമല്ല, ശോകമാണ് പരമാവധി എന്നല്ല, സർവത്ര ശോകം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്നും കൊണ്ടില്ല, നമ്മുടെ തന്നെ തെറ്റെന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു കയ്യാങ്കളിയാണ്. കാരണം ഇന്നിവര് പറഞ്ഞല്ലോ, ഇവിടെ 10ാമതയോ സംതിങ് ലൈക്ക് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റാഫ് വളരെ പരിമിതമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ വളരെ ഇവിടെ കസ്റ്റമേഴ്സും ഇല്ല. സാധാരണ ഗതിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ ക്രൂ ആണ്. ആക്ച്വലി ഇവിടെ എപ്പോഴും ആൾക്കാർ നിറഞ്ഞിരിക്കും. കാരണം നിങ്ങൾ കണ്ടല്ലോ, വളരെ ലോക്കൽ സ്ഥലമാണ്. ഇവിടെ ബോഡ്ജറ്റിയുടെ തൊട്ട് ഇറക്കത്തായതുകൊണ്ട് തന്നെ ടൂറിസം ആയാലും ഏത് രീതിയിലായാലും എപ്പോഴും ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർക്ക് ഇരിക്കാൻ സീറ്റ് തന്നെ കിട്ടിയ ഭാഗ്യമുണ്ട്. ഇന്ന് അവിടെ ഉത്സവത്തിൽ ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ നാട്ടുകാരും അങ്ങോട്ട് പോയേക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇത്രയും ക്രൗഡ് ഇല്ലാത്തതും അതുപോലെ തന്നെ ഇന്നിവിടെ അധികം ഫുഡ് ഐറ്റംസ് ഇല്ലാത്തതിന്റെ കാരണം അതാണ്. അപ്പോൾ സാരമില്ല, നമുക്ക് മറ്റൊരു ദിവസം ഇവിടെ ഫുൾ പാക്ഡ് ആയ സമയത്ത് ഉച്ച സമയത്ത് നമുക്ക് ഇവിടെ വരാം. അപ്പോൾ ഇവരുടെ ഫുഡും കാര്യങ്ങളെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാം. തൽക്കാലം നമുക്ക് കക്കാർച്ചി അഡ്ജസ്റ്റ് ചെയ്യാം. കക്കാർച്ചി ബീഫിന് ഒരു പ്രധാന സാധനമാണ് അല്ലെ മിസ്റ്റർ ആൽക്കഹോളി? പിന്നല്ല, കൊള്ളാം. അതെ, അപ്പോൾ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ നമുക്കും ആ ഒരു പാത്രം സ്റ്റേറ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് മൈക്രോയിലേക്ക് കിടക്കാം. നാടൻ കക്കാർച്ചി ഫ്രൈ ഇത് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എടുത്താണ്. കാരണം ഇവിടെ പരിമിതമായിരുന്നു, ഉള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അവർ റെഡിയാക്കി തന്നിരിക്കുകയാണ്. അവരുടെ സ്പെഷ്യൽ ഗസ്റ്റുകൾക്ക് വേണ്ടി, സ്ഥിരം ഗസ്റ്റുകൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരുന്നതാണ് പറയുന്നത്. ആയിക്കോട്ടെ, മതി മതി. ഞങ്ങൾ എഴുതി 2 എണ്ണം ആയിരിക്കും എഴുതിയത്. ചേട്ടാ ഒന്ന് മതിയെന്നോ? കുഴപ്പമില്ല, വലിയ കക്കാർച്ചി. ശരി, നമുക്കിതിൽ ഗ്യാസ് ആവും. പിന്നെ ഒരുപാട് ടേസ്റ്റ് കുറവാണ്, ചെറുതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ പറയാം, മൂപ്പിച്ചെടുക്കാൻ നല്ലപോലെ. സോ മിസ്റ്റർ വാട്ടർമാൻ, പണിയിലേക്ക് കിടന്നാലോ? കള്ള് ടേസ്റ്റ് ചെയ്യണോ അതോ കക്കാർച്ചി ടേസ്റ്റ് ചെയ്യണം? ഫസ്റ്റ് താങ്കളുടെ ചോയ്സ് ആണ്. അതെ, എന്നാ കമത്തിക്കോ. ഇതെന്താ ഒരെണ്ണം സീൽഡ്, ഒരെണ്ണം സീൽ ഇല്ലാത്ത? അതെ, ഓക്കെ.
അതെന്നാണ് ചത്തിരിക്കും വേണം, അനക്കൊന്നും ഇല്ല. അതെ. അപ്പോൾ 7 നാളുകൾക്ക് ശേഷം ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് തോന്നുന്നു കള്ള് ഞാൻ പേഴ്സണലി ട്രൈ ചെയ്തു. കഴിക്കാനുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഒഫീഷ്യലി ഇവിടെ ചാനലിൽ കള്ള് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. ദിസ് ഇസ് ദ 3rd ടൈം, അതും ഒരുപാട് നാളുകൾക്ക് ശേഷം. ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ ഈവനിങ് ഈസ് ഹിയർ. എങ്ങനെയുണ്ട്? എനിക്ക് കള്ളിനോട് അത്ര താല്പര്യം. അപ്പൊ ഇനി നമ്മുടെ മെയിൻ സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കി. എങ്ങനെ? ഷാപ്പിലെ കള്ളിനേക്കാൾ അടിപൊളി ഷാപ്പിലെ ഫുഡ്. അതെ, നമുക്ക് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു തിയറിയാണത്. അതിന്റെ ഒരു ഇതുണ്ടോ ഇതിന്? അല്ലെങ്കിൽ അങ്ങനെയാണ് ഷാപ്പിലെ കള്ള് ചിലപ്പോൾ ശരിയല്ലെങ്കിലും ഫുഡ് നല്ലതായിരിക്കും. ഇതെങ്ങനെ മലയാക്കർച്ച് അങ്ങനെ ഇങ്ങനെ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്തോ ഒരു സാധനം അതിന്റെ ആ ഒരു ഇത് നമ്മളെ അറിയിക്കുന്നില്ല. നല്ല ടേസ്റ്റ്. നോർമലി ഞാൻ കക്കാർച്ചി അങ്ങനെ കഴിക്കാറില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ കക്കാർച്ചി പൊതുവെ ഷാപ്പിൽ നിന്നും, പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ പ്ലാസ ബാറിലെ ചേട്ടന്റെ പേര് ഞാൻ പറഞ്ഞു. ആക്ച്വലി പുള്ളിക്കാരൻ ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അപ്പൊ ഇന്നത്തെ ഷാപ്പിൽ തന്നെ തിരിച്ചെത്തി കാരണം ഒരു പിടി അങ്ങ് പിടിച്ചു നോക്കാം. അതെ, നമ്മുടെ ഓട്ടർമാൻ പറയുന്നത് പച്ച പരമാർത്ഥമാണ്. കാരണം ഷാപ്പിന്റേതായിട്ടുള്ള ആ ഒരു ഫീല് നമ്മൾ വായിലേക്ക് വെക്കുമ്പോൾ തന്നെ കിട്ടും. നമ്മൾ മറ്റുള്ള മസാലക്കൂട്ട് പോലെ ഒന്നുമല്ല, വെക്കുമ്പോൾ തന്നെ ആ ഒരു എരിവ്. നമ്മുടെ പഴയ ഒരു സിനിമ നമ്മുടെ തിലകൻ സാറ് പറഞ്ഞ പോലെ എരിവ് മൂത്താലല്ലേ സാധനം കൂടുതൽ അകത്ത് ചേരിക്കുള്ളൂ. അത് തന്നെയാണ് ഇവിടെ പരിപാടി എല്ലാ ഷാപ്പിലും. എന്തായാലും ബോറല്ല, അടിപൊളി വേണം പറയാനുണ്ട്. അപ്പൊ ഇനി ഡ്രങ്കൻ ജി ഇപ്പൊ എത്തുകൊണ്ട് എന്നെ കുറച്ചും കൂടി വിളിച്ചാൽ ഓൺ ദ വേ ആണ്, നമ്മുടെ പക്കത്തിൽ വരെ എത്തിക്കഴിയും. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അപ്പൊ നമ്മുടെ ഡ്രങ്കൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ചേട്ടാ ഒരു ഉപ്പി കള്ളുകൂടെ, ഒരു ഉപ്പ 2 ഉപ്പ. അതെ, കള്ള് നമ്മുടെ ചാനലിൽ അധികം വരാറില്ല, പക്ഷെ കള്ളും നമ്മൾ ചെയ്യണം. നമ്മുടെ തനത് സാധനം നമ്മൾ കഴിക്കുന്നില്ലേ. എവിടെ ആയിരുന്നു ഡ്രങ്കൻ ചെയ്യും? അല്ല ഞാൻ എനിക്ക് ഇങ്ങനെ നേരെ തന്നാൽ ഇതാണ് ഡ്രങ്കൻ തനിയാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ തപ്പിപ്പിടിച്ച് വരും. ഇവിടെ എന്താന്നറിയാം, അപ്പുറത്തെ ഉത്സവമുണ്ട്. ഇത് നമ്മുടെ ഹെയർ വാട്സ് അല്ലേ 5000. ആ ബോട്ടിന്റെ വണ്ണം കാണാൻ പറയാം. ഞങ്ങൾ അടിച്ചില്ലേ ഓരോ ക്ലാസ് അടിച്ചിട്ടേക്ക്. ഇവിടെ വന്നാലും സ്റ്റിക്കറിങ്ങിന് ഒരു ഇത് വ്യത്യാസമില്ല. അതെ, ഗ്ലാസ് മാറിപ്പോയിരുന്നു. ഗ്ലാസ് മാറാതിരിക്കാനുണ്ട്. ചേട്ടാ ഒരു സ്പൂൺ കൊടുത്തേ. ഞങ്ങൾ സോ മിസ്റ്റർ ഡ്രങ്കൻ ജി പണി തുടങ്ങാം. അതെ, പിന്നല്ലേ 1 ലിറ്റർ കൊള്ളാം. എന്താ 2 ലിറ്റർ വേണം. കള്ളും ആത്മാക്കൾക്ക് അതില്ലാത്തൊരു കളിയില്ല. തീർച്ചയായും എല്ലാം മദ്യം തന്നെയാണല്ലോ. യെസ് മിസ്റ്റർ ഡ്രാഗൻ.
തീർത്ത ഇനി ഡ്രങ്കിന്റെ സ്ഥിരം പരിപാടി ഏറ്റവും ഫേവറേറ്റ് ഷോയാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ട് കള്ള? എങ്ങനെയുണ്ട്? നാടൻ കള്ളാണ്. നാടൻ കള്ള് കാണുമ്പോ അടിച്ചിട്ടാണ് കണ്ണൊക്കെ കലങ്ങി ചോന്നിരിക്കുന്നു. അതെ, കള്ളെങ്ങനെയുണ്ട്? പാലക്കാടൻ കള്ളാണ്. അല്ല, പാലക്കാടനല്ലേ? സോറി, എനിക്ക് ക്ഷമിക്കണം ഗായ്സ്, ഇത് പാലക്കാടൻ കള്ളാണ്. അല്ല, ഞാൻ നാടൻ കള്ളെന്നാണ് പറഞ്ഞത്. എന്നാ നമുക്ക് അടുത്ത കൊണ്ട് പിടിപ്പിച്ചാലോ? വിളിച്ചോളൂ. മട്ടടിക്കല്ലേ? കുഞ്ഞമട തെങ്ങ് കരിക്ക് നമ്മുടെ അതെ, തേങ്ങ കരിക്ക് കരിക്കല്ലോ, തെങ്ങ് ഒന്ന് ഫില്ലാക്കിയിട്ടുണ്ട് ഈ സൈഡിൽ. ഇപ്പോഴാണ് കോളം തരുന്നത് അല്ലേ? കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് കള്ളടിയുന്നത്. നമ്മുടെ ചാനലിന്റെ കള്ളിൽ കുറെ കാലത്തിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഒരുമിച്ചൊരു ചേസ്. തിരിച്ചു പോലെ കള്ളൊക്കെ അടിക്കുമ്പോതാ കള്ള് ഉണ്ടായ സാധനത്തിന്റെ ചോട്ടിൽ നിന്ന് അടിക്കണം. അവസാനം ചോട്ടിൽ നിന്ന് അടിച്ച് കള്ളിന്റെ തേങ്ങ തലവീട് തട്ടിപ്പോവും. ഇല്ല, അതെ, അതുകൊണ്ട് ധൈര്യമായിട്ട് ചേർന്നിരിക്കുക. ഈ പ്രകൃതി ക്ഷോഭിച്ചിങ്ങ് തെങ്ങെങ്ങാനും മടങ്ങി തലയിൽ വീണാലേ ഉള്ളൂ. സോ ഡ്രാഗൻ ഒഴിച്ചോളൂ. പ്രകൃതിയുടെ ലഹരി. മട്ടൊഴിക്കരുത് ഡ്രങ്കൻ. ചേട്ടാ, ഒരു കുപ്പിയോടെ. നിങ്ങളാരും ഉത്സവത്തിന് പോകുന്നില്ലേ? എപ്പോഴും അടയ്ക്കുന്ന എപ്പോഴും? ഇത് 8 മണിക്ക് ക്ലോസ് ചെയ്യും. 8 മണി വരെ ഉള്ളൂ. രാവിലെ എത്ര മണിക്ക് തുറക്കും? രാവിലെ 8 മണി. ഇപ്പം പറഞ്ഞ അതല്ല, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന് ഈ ഉത്സവം കേന്ദ്രീകരിച്ചാണ് ഇത് മാത്രത്തിൽ ഒതുങ്ങിപ്പോയത്. ഇവിടെ ഇതൊന്നും അല്ല ഐറ്റംസ് അല്ലെ? ഇവിടെ എന്തൊക്കെ നോർമലി എല്ലാം അപ്പൊ എന്തായാലും ഞങ്ങള് ഉള്ള സമയത്ത് ഉച്ച സമയത്ത് നോക്കി ഇറങ്ങണം. ഓക്കേടാ, ശരി. അതാണ് കാരണം നമ്മൾ ജീവിതത്തിന്റെ 3 വട്ടം നമ്മൾ ബീഡിക്കൽ ഷാപ്പിൽ പോയിട്ടില്ല. അല്ല, ഞങ്ങളെല്ലാം ചിലരെ പോയിട്ടു. പക്ഷെ ഷാപ്പിൽ ആദ്യമായിട്ട് ഇത്രയും പരിമിതമായിട്ട് അവിടുത്തെ ഫുഡ് കാണുന്നത് അത് ഞങ്ങളെ ശരിക്കും ഒരു ആശ്ചര്യപ്പെടുത്തി ആക്ച്വലി. അപ്പൊ അതിന്റെ കാരണം എന്താണ്? ഇതൊരു നാട്ടിൻ പുറമാണ്. അവിടെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഉത്സവവും കമ്പമൊക്കെ ആയിട്ട് വലിയ ആൾക്കാരാണ് നമ്മൾ നോർമലി കേൾക്കുന്ന പോലെ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നവർ തുറന്ന് പ്രവർത്തിച്ചത് തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ ഷാപ്പ് ഒഴിവാക്കാനാവത്തില്ല. ആ കള്ള് ജനിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഡ്രാഗന്റെ കലക്ക് ലാസ്റ്റ് ഒഴിക്കാം. കലക്കി
മട്ട വരെ എത്തിയിട്ടില്ല, പക്ഷേ നമ്മൾ മട്ടായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഏകദേശം 1.5 വർഷത്തിന് ശേഷം അപ്പോൾ ഇന്നത്തെ ഈ തനി നാടൻ സ്റ്റൈലിലുള്ള കള്ളി നമ്മുടെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ രീതി വേറെയാണ്. പക്ഷേ നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്നിവിടെ ഉത്സവമാണ്. നമ്മൾ ഇന്ന് ഉത്സവത്തിൽ പങ്കു ചേരുകയാണ്. ഇന്നിവിടെ ചേർന്നിട്ട് നമ്മൾ പോകുന്നത് കൊച്ചി ശ്രദ്ധിക്കണം. ഇവിടുത്തെ ചേട്ടന്മാര് നമ്മളോട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. നമ്മളിന്ന് വിടുതലെന്ന് ഇവർ പറഞ്ഞു. ഉത്സവം കണ്ടിട്ടേ പോകാറുള്ളൂ, കാരണം ഇവരുടെ സ്വന്തം ഉത്സവമാണ്. ഒറ്റക്കുളങ്ങര അമ്പലത്തിലെ ഉത്സവം. അപ്പോൾ അവരുടെ പങ്ക് ചേർത്തിട്ട് ഞങ്ങൾ ബന്ധിയേക്ക് വെച്ചിരിക്കുകയാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ ഇവിടെ പോകുന്നില്ലേ അപ്പൊ ഗായ്സ്, നമ്മളിപ്പോ ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ ഷാപ്പിന്റെ ഒരു സൂത്രധാരൻ അല്ലെങ്കിൽ ഷാപ്പിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്ന സാധനം. ഏതൊരു ഷാപ്പിലും കള്ളിനേക്കാളും പ്രാധാന്യം അവിടുത്തെ ഭക്ഷണത്തിനാണ്. അപ്പോൾ ആ ഭക്ഷണത്തിന്റെ ഏറ്റവും പ്രധാന മനുഷ്യനാണ് ഈ കാണുന്നത്. ചേട്ടന്റെ പേര് ജോസി ചേട്ടൻ. ഇവിടെ ആർപ്പെടുന്നല്ലേ? ഇവിടെ എത്ര കാലം കയറിയിട്ട്? ഷാപ്പ് ഉള്ളപ്പോ തൊട്ട് പുള്ളിയുണ്ട്, അല്ലെ? പുള്ളി ഉള്ളപ്പോ തൊട്ടൊന്ന് ഷാപ്പുണ്ട്, എന്ത് വേണേ പറയാം. അപ്പോൾ ചേട്ടനാണ് ഫുഡ്. നമുക്ക് ഒരു ഐറ്റം മാത്രമേ കിട്ടിയുള്ളൂ, കക്കാടച്ചി. ഞായറാഴ്ച തിരക്കാം. അതെ, ഇവിടുത്തെ ഉത്സവം അതുകൊണ്ടാണ് ഇവിടുത്തെ ഇന്ന് ഫുഡ് ഐറ്റംസ് ഇത്ര ലിമിറ്റഡ് ആയിപ്പോയത്. അപ്പോൾ എന്തായാലും നമ്മുടെ ജോസി ചേട്ടനെ കാണാൻ ഇനിയും ഞങ്ങൾ വരണം. ഇവിടുത്തെ ഫുൾ ഐറ്റംസും ഉണ്ടാക്കി വെച്ചേക്കണം. ജോബി ചേട്ടനല്ല, ജോസി ചേട്ടൻ. ജോസി. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാം. കാരണം ഇത് ആക്ച്വലി നമ്മുടെ ഈ വീഡിയോയുടെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിന്യൂഡ് ആണ്, അല്ലേ? ഇനി തുടരും. ഇതിന്റെ 2ാം ഭാഗത്തിലാണ് ഈ ഷാപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു തരിക. അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കണ്ടവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ബ്രാൻഡുമായി ഞാൻ പറയാൻ ഇനിയും സമയമുണ്ട്. വി ഹാവ് ടു ടേൺ ടു. അപ്പൊ ചേട്ടൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കും. ചേട്ടന്റെ പേരെന്താ? ടോമി. TOMY. ഉണ്ടി എന്ന് പറയും. അതെ, ശരി. മണി കൊയ്യും അന്നിന്റെ മക്കളെ വോട്ടു നൽകും, വോട്ടു നൽകും. ആർക്കു ചെയ്യണം? ചോദ്യം. പാടത്തെ പാടത്തുനിൽ മണി കൊയ്യും അന്നിന്റെ മക്കളെ വോട്ടു നൽകും, ആർക്കു ചെയ്യണം? ഇവരുടെ വെന്നീസാണ് ആലപ്പുഴ. ആർക്കോട്ട് ചെയ്യണം? കാലത്തെ പാടത്തുനിൽ മണി പെയ്യും മണ്ണിന്റെ മക്കളെ വോട്ടു നൽകും, നിങ്ങൾ വോട്ടു നൽകൂ. ഒരു ഷാപ്പാണ്. ആർക്കോട്ട് ചെയ്യണം? കണ്ട ജപമാല പൂക്കളുമാ ആയിരങ്ങൾ നിരന്നു അടിയങ്ങൾ കുമ്പിടുന്നു ആയിരങ്ങൾ നിരന്നു അടിയങ്ങൾ കുമ്പിടുന്നു ആകമലത്തൂരക്കമ്മേ ദൈവത്തിൻ കൽപ്പനാശിരസാവഹിച്ചു മാസം ധരിച്ചു വചനം. ദൈവത്തിൻ കൽപ്പനാശിരസാവഹിച്ചു
ദൈവകുമാരനെ മുന്നിനു നൽകി നിന്നെ നമിക്കുന്നേ ബ്രഹ്മലയായവളേ നൽവരം തൂകേണമേ ബ്രഹ്മലയായവളേ നൽവരം തൂകീണം ആയിരമാകണ്ട ജപമാല ആയിരങ്ങൾ നിരന്നു അടിയങ്ങൾ കുമ്പിടുന്നു ആരമല ഇന്നത്തെ വീഡിയോ വളരെ ഒരു നാച്ചുറാലിറ്റി അല്ലെങ്കിൽ എന്താ പറയാ ഒരു നൊസ്റ്റാൾജി ഒക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള പറഞ്ഞത്. കാരണം തനി നാടൻ സ്റ്റൈൽ, ആ ഒരു പഴയ നാട്ടിൻപുറം സ്റ്റൈൽ അല്ലേ. നിങ്ങളെല്ലാം കണ്ടല്ലോ ആ പഴയ ആ പ്രായമുള്ള ആൾക്കാരുടെ ആ ഒരു പാട്ടും കാര്യങ്ങളും എല്ലാം ഒരുപാട് ഞങ്ങൾ ഒരുപാട് പഴയ ഓർമ്മകളൊക്കെ ഞങ്ങൾ എത്തിച്ചു. ഞങ്ങൾ പോലും ജനിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു കേരളത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ഓർമ്മകൾ താങ്കൾക്ക് ഒരു പക്ഷെ അറിയാൻ പറ്റുമായിരിക്കാം. അതെ, അപ്പോൾ എന്നിരുന്നാലും ഞങ്ങൾക്ക് ഒരുപാട് എൻജോയ്മെന്റ് കിട്ടി, നല്ലൊരു ഫീല് കിട്ടി ആക്ച്വലി. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങൾ 3 പേരുള്ള ആ ഒരു ട്രയോ ഇന്ന് കുറെ അധികം കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ എല്ലാവരും കൂടെ ഒത്തുചേരുന്നത്. അത് ഇതുപോലൊരു നാട്ടിൻപുറത്തുള്ള ഒരു ഷാപ്പിലായതിൽ ഒരുപാട് സന്തോഷം. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു ബ്രാൻഡുമായി MD ഡ്രങ്കൻ ആൻഡ് നിങ്ങളുടെ സ്വന്തം വാട്ടർമാൻ AKA അക്വാമാൻ, പിന്നെ ഒരു പേര് കൊണ്ടാകുന്ന ആൽക്കഹോളിക്. ഞങ്ങൾ എല്ലാവരും കൂടെ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. സോ ഗുഡ് നൈറ്റ് ആൻഡ് cheers you all. See you in the next video.